ഹായ്. സോ വളരെ പെട്ടെന്നുള്ള ഒരു ഷോർട്ട് നോട്ടീസിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു അത്. സാർ എളുപ്പം വിളിച്ച് ഒരു സെഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തോ പ്രീവിയസ് ക്ലാസ്സിന് എന്തോ ചെറിയ സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറച്ച് പേരോട് എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യാനുണ്ടെന്ന്. നമുക്കൊരു 1-2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ആൾക്കാരാകുമ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 മിനിറ്റ് കൂടെ. സോ അതിനു മുമ്പായിട്ട് ഇന്നിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ പുതിയ ടോപ്പിക് ഇന്നിപ്പോ എടുക്കുന്നില്ല. കാരണം ഓൾറെഡി സമയം 8:30 ആയില്ലേ. ഇനിയിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഇന്ന് അത് തീർക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഇന്നിപ്പോ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു റിവിഷൻ ക്ലാസ് പോലെയാണ് ട്രിഗ്നോമെട്രിയുടെ. സോ അത് ഞാൻ അന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രിഗ്നോമെട്രിയുടെ മാത്രമായിട്ട് ഒരു എക്സാം പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് അന്ന് അത് നിങ്ങളെ കൊണ്ട് പിന്നീട് ചെയ്യിക്കാൻ പറ്റിയില്ല. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മൾ അന്ന് ഇട്ട ടെസ്റ്റ് പേപ്പറില്ലേ അതിൽ ചെയ്തിരുന്നു. സോ ബാക്കി ഇപ്പൊ നിങ്ങൾ അന്ന് നോക്കി അറിയാം, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ട്രിഗ്നോമെട്രിന്ന് ചെയ്തത്. സോ ഓൾ ഓഫ് എസ് ആണ് ഞാൻ ഇപ്പൊ നോക്കിയപ്പോൾ ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അന്ന് ഇപ്പം ഫ്രീ ടൈം കിട്ടില്ല, ഒരു 1.5 അവറിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ എത്ര പേരായി നോക്കട്ടെ. സോ ട്രിഗ്നോമെട്രി ആർക്കും കുഴപ്പമില്ല, അതെടുത്താ പറയുന്ന ട്രിഗ്നോമെട്രിയുടെ കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ചെറുതായിട്ടൊന്ന് കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇക്വേഷൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എളുപ്പം വേറെ ഒരു ട്രിഗ്നോമെട്രിയുടെ ഇതായതുകൊണ്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ റിവൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഫർദർ ട്രിഗ്നോമെട്രിക്ക് ആയിട്ട് ഒരു റിവിഷനോ അല്ലെ എക്സ്ട്രാ ടൈമോ സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. സോ സ്ക്രീൻ ബോർഡ് കാണാൻ പറ്റില്ല, ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. വോയിസും ഒക്കെ ഓക്കെ അല്ലേ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാവോ സ്ക്രീൻ ഇത് കാണാവോ ഇല്ല? ജസ്റ്റ് ഒരു മണ്ടത്തരം എനിക്കൊന്ന് പറ്റിപ്പോയി. ഞാനേ പേന തീർന്നത് പുതിയതായിട്ട് മേടിച്ചില്ല. സോ വിട്ടുപോയി ആ കാര്യം. സോ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, സോ ഇന്നിപ്പോ നമുക്ക് ട്രിഗ്നോമെട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ പ്രീവിയസിലെ നമ്മൾ എക്സാമിൽ ഇട്ട അല്ല അന്ന് ടെസ്റ്റ് പേപ്പറിൽ ഇട്ട 1-2 ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അന്ന് ടെസ്റ്റ് പേപ്പറിന് 1-2 ക്വസ്റ്റ്യൻസ് ട്രിഗ്നോമെട്രിയുടെ ചെയ്തായിരുന്നല്ലോ, മീൻസ് ഇട്ടായിരുന്നു. നമ്മൾ പിന്നെ അത് ഫർദർ ഡിസ്കസ് ഒന്നും ചെയ്തില്ല. സോ നമുക്ക് ഇന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട്, അതിന് ആ ഒരു എക്സാമിന് ട്രിഗ്നോമെട്രിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഇതിൽ ആരെങ്കിലും ന്യൂ ജോയിനേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിവിടെ നമ്മൾ സോൾവ് ചെയ്യും. സോ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ പഠിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ തോന്നുന്നു. കോട്ട് 54 ഡിഗ്രി ഡിവൈഡഡ് ബൈ tan 36 degree plus tan 20 degree plus cot 70 degree. Options of is equal to എന്താണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻസ് എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി -1. ഒരാൾ ഡയറക്റ്റ് ഓപ്ഷൻ എഴുതുന്നതിന് ഓക്കെ, ഒരാൾക്ക് ആൻസർ കിട്ടിയല്ലോ, അതോ എല്ലാവർക്കും കിട്ടിയോ? കുഴപ്പമില്ല, ഇത് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് നോക്കുമ്പോൾ തന്നെ ആൻസർ എഴുതാവുന്ന കേസേ ഉള്ളൂ. സോ ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, എന്താണ് നമുക്കറിയാം. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് എന്ന് പറയാൻ. tan θ is equal to എന്തായിരിക്കും? cot of 90 minus θ ആയിരിക്കും. ഈ കാര്യം അറിയാവുന്ന എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവുന്നുള്ളൂ. അതായത് ഇപ്പം tan 30 എന്ന് പറയുന്നത് ഏതിനോട് തുല്യമായിരിക്കും? കോട്ട് 90 മൈനസ് 30 എത്രയാണ്? 60 ഡിഗ്രി. സോ tan 30 എന്ന് പറയുന്നത് കോട്ട് 60 ഈക്വൽ ആയിരിക്കും. സോ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ കോട്ട് 54 എന്ന് പറയുന്നത് കോട്ട് 54 ഡിഗ്രി എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? കോട്ട് 54 ഡിഗ്രി എന്ന് പറയുന്നത് tan 90 മൈനസ് 54, അതെന്ന് പറയുന്നത് എന്താണ്? 90 മൈനസ് 54 എന്ന് പറയുന്നത് tan 36നോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും tan 20 എന്ന് പറയുന്നത് കോട്ട് 70യോടും ഈക്വൽ ആയിരിക്കും. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് 1 + 1 ഈക്വൽ ടു ആൻസർ 1 + 1
ഈക്വൽസ് ടു 2 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത് ഈ ഒരു കാര്യം മാത്രം ഇതിൽ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ. ഓക്കെ, സോ മൂവിങ് ഓൺ. നമുക്ക് മാക്സിമം ഞാൻ ഇപ്പൊ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ 20 ചെയ്യാൻ നോക്കാം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ എടുത്തിരിക്കുന്ന 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ കൂടുതൽ കയ്യിലുണ്ട്. സോ എത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു നമുക്ക് അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. എത്രയും വേഗത്തിൽ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു അത്രയും വേഗം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സൈൻ 55 ഡിഗ്രി മൈനസ് കോസ് 55 ഡിഗ്രി ഡിവൈഡഡ് ബൈ എന്താണ് സൈൻ 10. സൈൻ 10 ഡിഗ്രി ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ 1/√2, ഓപ്ഷൻ ബി √2, അല്ല ഓപ്ഷൻ ബി 2, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി √2. ഇതാണ് ക്വസ്റ്റ്യൻ. സൈൻ ഓഫ് 55 ഡിഗ്രി മൈനസ് കോസ് ഓഫ് 55 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ 10 ഡിഗ്രി ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയോ? ഇനിയോ ആൻസർ കിട്ടിയ ആർക്കില്ല? ഓക്കെ, ഇനി ഓരോരുത്തരുടെ നേരിട്ട് ചോദിക്കാം. അതായിരിക്കും സൗണ്ടില്ലാത്ത സമയം നമുക്ക് സേവ് ചെയ്യാലോ. ആദ്യം കുറെ പേര് പുതിയതുണ്ടല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടൊപ്പം ചോദിക്കുന്നത് ശരിയാണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. മാളു കിട്ടിയ ആൻസർ? നമുക്കൊരു ദിവസം മൊത്തം ഇല്ലേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും? നോ സാർ. ഓക്കെ, ആതിര PS മൈക്ക് ഓൺ ആക്കാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി പറയാം. ചെയ്യുകയാണ് സർ. ഓക്കെ, എങ്ങനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് എങ്ങനെയാ? സൈൻ A മൈനസ് ബി 45 മൈനസ് 10 എന്ന് എടുത്തിട്ട് സൈൻ ഓക്കെ ചെയ് കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു ആളോട് ചെയ്യാം. മനു ഇല്ലേ ഇന്ന്? ഉണ്ടല്ലോ. മനു, ഓപ്ഷൻ ഡി. ഗുഡ്, ഒരാൾക്ക് ആൻസർ കിട്ടി. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. കുറച്ച് പേര് സ്റ്റുഡൻസ് ഉണ്ടല്ലേ. സൂര്യ ബൽറാം ന്യൂ പുതിയതായിട്ട് വന്നാണോ? ട്രിഗ്നോമെട്രി അറിയുമോ സൂര്യ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? കുഴപ്പമില്ല, നമുക്കറിയാം. കറക്റ്റ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടുപേർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, സമയം കളയണ്ടല്ലോ. പറയാൻ മേലാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവരുടെ
ബോറടിപ്പിക്കുന്നതിന് തുല്യമാവത്തില്ല. സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ആംഗിൾസിന്റെ കറക്റ്റ് ആണ്. ഡി ആയിരുന്നു ആൻസർ. √2 ആണ് ആൻസർ. സോ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ സൈൻ എ മൈനസ് കോസ് എ എന്നുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ സൈൻ എ മൈനസ് കോസ് എ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമുക്കറിയാവുന്ന 4 സെറ്റ് ഇക്വേഷൻസ് ഉണ്ട്. എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഇക്വേഷൻ അറിയാം, സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ അറിയാം, കോസ് എ പ്ലസ് കോസ് ബിയുടെ ഇക്വേഷൻ അറിയാം, അല്ലെങ്കിൽ കോസ് എ മൈനസ് കോസ് ബിയുടെ അറിയാം. സോ എന്താണ്? ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ഇക്വേഷൻസ് ഇല്ലതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഏതെങ്കിലും നമുക്കറിയാവുന്ന ഫോർമാറ്റിലേക്ക് മാറ്റാം. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതെന്ന് പറയുന്നത് സൈൻ 55 ഡിഗ്രി മൈനസ് സൈൻ ഓഫ് 35 ഡിഗ്രി ആണ്. 35 അല്ലേ? ഇതല്ലേ? കറക്റ്റ് അല്ലേ? 35 കറക്റ്റ് ആണ്. ഡിവൈഡഡ് ബൈ സൈൻ 10 ഡിഗ്രി എന്ന് എഴുതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മൾ പറയുന്നത് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? കോസ് ഓഫ് 90 മൈനസ് തീറ്റയോട് ഈക്വൽ ആയിരിക്കും അല്ലേ? സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? കോസ് ഓഫ് 90 മൈനസ് തീറ്റയോട് ഈക്വൽ ആയിരിക്കും. സോ ഈ കാര്യമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അറിയാൻ മേലാത്തവർക്കായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയണം. സോ സൈൻ കോസ് 55 എന്ന് പറയുന്നത് സൈൻ 35നോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതെന്ന് പറയുന്നത് സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത് അല്ലെ? സോ സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ ഇവിടെ എല്ലാവർക്കും ഞാൻ അറിയാം എന്ന് വിചാരിക്കുന്നു. സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. എല്ലാവരും ആ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് എന്നാൽ ഇക്വേഷൻസ് ഒന്നുകൂടെ എഴുതാം. അതെന്ന് പറയുന്നത് എന്താണ്? 2 cos ഓഫ് എ പ്ലസ് ബി ബൈ 2 സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ആണ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഒരു 4 സെറ്റ് ഇക്വേഷൻ. ഇതെല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ ഇവിടുത്തെ കേസിൽ ആംഗിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായി മാറിയായിരുന്നു? ഇതെന്ന് പറയുന്നത് സൈൻ 55 മൈനസ് സൈൻ 35 ഡിവൈഡഡ് ബൈ സൈൻ 10 എന്നായി. സോ നമ്മുടെ എയും ബിയും എന്താണ്? 55 35 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 2 cos എ പ്ലസ് ബി 55 പ്ലസ് 35 എത്രയാണ്? 90. 90 ബൈ 2 45 ഡിഗ്രി ഇൻറ്റു സൈൻ ഓഫ് 55 മൈനസ് 35 എത്രയാണ്? 20. 20 ബൈ 2 10. 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 10 ഡിഗ്രി എന്നാണ്. സോ എന്താണ്? സൈൻ 10ഉം സൈൻ 10 ഡിഗ്രിയും കട്ടായി പോയി. സോ എന്താണ്? കോസ് 42 ഇൻറ്റു കോസ് 45 എന്ന് വരും. അതായത് കോസ് 45ന്റെ വാല്യൂ എത്രയാണ്? 1/√2 ആണ്. സോ ആൻസർ √2 ആണ്. ഈ ഒരു ഇക്വേഷനും ഈ ഒരു ട്രാൻസ്ഫോർമേഷനും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ കിട്ടിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിച്ചു. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മടിക്കുകയൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിലോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആയിട്ട് ചോദിച്ചാൽ മതി. ബാക്കി ഇക്വേഷൻസ് കൂടെ ഒന്ന് പറയോ? സൈൻ എ പ്ലസ് ബിയും സൈൻ എ പ്ലസ് സൈൻ എ ബിയും കോസിന്റെ ഇക്വേഷൻസ് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ എഴുതിയ ഒരു കാര്യമാണ്. ഞാൻ ഇക്വേഷൻസ് അധികം അത്ര എംഫസൈസ് ചെയ്ത് പറയാം. ആവശ്യമുള്ള ഇക്വേഷൻ മാത്രം അതാണ് എഴുതുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഇപ്പൊ സൈൻ ഓഫ് എ മൈനസ് സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, ഇതാണ് സൈനിന്റെ രണ്ട് ഇക്വേഷൻസ്. ദെൻ ഇത് എഴുതി കഴിഞ്ഞാൽ ഞാൻ റബ്ബിയാണ്, ജസ്റ്റ് റബ്ബിയാണ്. നമുക്ക് മുമ്പോട്ട് വേണ്ടിയിട്ട് ഞാൻ റബ്ബിയാണ്. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് കോസ് എ പ്ലസ് കോസ് ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, ഇതാണ് കോസിന്റെ ഇക്വേഷൻ. ഇത് പിന്നെ കോസ്
ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കോസ് എ മൈനസ് കോസ് ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ ബി മൈനസ് എ ബൈ 2. ഇതായിരുന്നു അന്ന് നമ്മളെ എഴുതിയപ്പോഴും ഈ ഒരു ഇക്വേഷന്റെ അകത്ത് ചെറിയ ഡൗട്ട് ഉണ്ടായി. അന്നത്തെ നേരത്തെ ക്ലാസ്സിൽ എഴുതുന്നവർക്ക് അന്ന് അതിരായിരുന്നു കൃഷി ആരോ ചോദിച്ചിരുന്നു. ഇവിടെ സാർ -2 എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വരെ ഇക്വേഷൻ കണ്ടു. അതിന് വരെ മൈനസ് വരത്തില്ലായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ മൈനസ് ആണ് ഞാൻ അകത്തോട്ടിട്ട് സൈൻ ഓഫ് ബി മൈനസ് എ ബൈ 2 എന്ന് എഴുതിയത്. -2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 എന്നായിരിക്കും നിങ്ങൾ കണ്ടത്. ആ മൈനസ് പുറത്ത് എഴുതാതിരിക്കാനാണ് ഞാൻ സൈൻ ഓഫ് ബി മൈനസ് എ ബൈ 2 എന്ന് എഴുതിയത്. കാരണം നമുക്കറിയാലോ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താ, മൈനസ് സൈൻ തീറ്റയോട് ഈക്വൽ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയത്. ആ മൈനസ് വരുന്നത് ഞാൻ അകത്തേക്ക് ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മള് ചെറിയ കോൺട്രവേഴ്ഷ്യൽ ആയ ഇക്വേഷൻ ആയിരുന്നു. സോ ഇതെല്ലാവർക്കും 4 ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മാറ്റണേ. ഓക്കെ, എല്ലാവർക്കും അത് കിട്ടിയെന്ന് എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്വേഷൻസ് ട്രിഗ്നോമെട്രിയുടെ ആരും മറന്നു പോകാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cot x മൈനസ് tan x ഡിവൈഡഡ് ബൈ cot 2x. ഇതാണ് ക്വസ്റ്റ്യൻ. ഈസിക്കൽ ടു എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി -1, ഓപ്ഷൻ ഡി 4. cot x മൈനസ് tan x ഡിവൈഡഡ് ബൈ cot 2x ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു എക്സാം ഇട്ട ക്വസ്റ്റ്യൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് ആണ്. ദൃശ്യം എന്താ ചെയ്തേ പറയാമോ? സർ ഞാൻ കോട്ടക്സിനെ കോട്ടക്സും ടാനക്സും കോസെക്സ് ബൈ സൈനക്സ് എന്ന് പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞപ്പോൾ ഇക്വേഷൻ എന്താണ്, കോസ് ടു എക്സിന്റെ ടേബിൾ കിട്ടി, സൈൻ ടു എക്സിന്റെയും കോസ് ടു എക്സിന്റെ ടേബിൾ കിട്ടി, കട്ട് ചെയ്ത് കളഞ്ഞു. കുഴപ്പമില്ല, എങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ ജസ്റ്റ് പലർക്കും ഇപ്പം ഞാൻ ഇത് ചെയ്തതെന്ന് വെച്ചാല് എന്താണ്, cot 2x tan 2x ആക്കിയിട്ട് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. കുഴപ്പമില്ല, നിങ്ങൾ ഇതുപോലെ ആണെങ്കിലും കറക്റ്റ് ആണ്, യാതൊരു പ്രശ്നമില്ല. ആരൊക്കെയും കിട്ടാനുണ്ടോ? സോ ഞാൻ ചെയ്ത മെത്തേഡ് പറയാം. പലരും പല മെത്തേഡായിരിക്കും ചെയ്യുന്നത്, അതിന് യാതൊരു പ്രശ്നമില്ല. സോ ഞാൻ ചെയ്ത മെത്തേഡ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ cot 2x ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ tan 2x ഇൻറ്റു cot x മൈനസ് tan x 1 - cot x എന്ന് വെച്ചാൽ കുറച്ച് വളഞ്ഞ വഴിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചെയ്ത ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ വേറെ മെത്തേഡിലായിരിക്കും ചിലർക്ക് കിട്ടിയത്. സോ ഇതെന്ന് പറയുന്നത് tan 2x ഇൻറ്റു എന്താണ് cot സ്ക്വയർ x മൈനസ് 1 ഡിവൈഡഡ് ബൈ cot x ആണ്. ഓക്കെ, സോ ഞാൻ മേളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇതെന്ന് പറയുന്നത് tan 2x ഇൻറ്റു cot സ്ക്വയർ x മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈക്ക് ഒന്നും വിളിക്കാണ്. സോ ഇതെന്നാണ്, ഇതെന്ന് പറയുന്നത് cot സ്ക്വയർ x മൈനസ് 1 അറിയാം. മൈക്ക് ഓണാന്ന് തോന്നുന്നു. അതോ എന്റെ പ്രശ്നമാണോ അതോ? ഓക്കെ, കുഴപ്പമില്ല. സോ ഇതെന്ന് പറയുന്നത് cot 2x ഫോർമുല ആട്ടോ. cot സ്ക്വയർ x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 cot x എന്ന് പറയുന്ന cot 2x ഫോർമുല. സോ ആൻസർ എന്ന് പറയുന്നത്, അല്ലെ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ വന്നു: tan 2x ഇൻറ്റു cot 2x ഇൻറ്റു
2 എന്ന് പറഞ്ഞു. സോ ടാൻ 2x-ഉം cot 2x-ഉം കട്ടായി പോയിട്ട് ഡയറക്റ്റ് ആൻസർ 2 എന്ന് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ഞാൻ സോൾവ് ചെയ്ത്. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എനിക്ക് ചെയ്തപ്പോൾ എളുപ്പം ആൻസർ കിട്ടി എന്ന് തോന്നിയിട്ടാണ് ഇത് പറഞ്ഞത്. മറ്റേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ, യാതൊരു പ്രശ്നമില്ല. സോ ഇത് cot 2x ആണെന്നുള്ള ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് എളുപ്പം കിട്ടും. cot square x minus 1 divided by 2 cot x എന്ന് പറയുന്നത് cot 2x-ന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അപ്പൊ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആയിരുന്നു തോന്നുന്നു അല്ലെ? ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ദെൻ മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കുറച്ച് ലോജിക് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക്. ക്വസ്റ്റ്യൻ ഈഫ് cos a by 3 is equals to cos b by 4 is equal to എത്രയാണ്? 1 by 5. If cos a by 3 is equal to cos b by 4 is equal to 1 by 5 ആണ്, where minus pi by 2 less than a less than 0, comma minus pi by 2 less than b less than 0, then 2 sin a plus 4 sin b is equal to എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 sin a plus 4 sin b equal to എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി -2, ഓപ്ഷൻ സി -4, ഓപ്ഷൻ ഡി 0. So if cos a by 3 equal to cos b by 4 is equal to 1 by 5, where a is minus pi by 2 less than a less than 0, minus pi by 2 less than b less than 0, then value of 2 sin a plus 4 sin b. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ 4, ഓപ്ഷൻ ബി -2, ഓപ്ഷൻ സി -4, ഓപ്ഷൻ ഡി 0. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൊള്ളാം. ഒരാൾ ആൻസർ പറഞ്ഞു. ദെൻ മൂവിങ് ഓൺ. ബാക്കി ഷിജു ഇന്നലത്തെ ക്ലാസ് തൊട്ടാണോ ജോയിൻ ചെയ്തത്, അതോ നേരത്തെ ഉള്ളതാണോ? സർ ഞാൻ ഇന്നലെയാ ജോയിൻ ചെയ്ത്. ഓക്കെ ഓക്കെ. നമുക്ക് രണ്ടുപേരെ ആൻസർ പറഞ്ഞു. രേഷ്മ ആൻസർ പറഞ്ഞു, ഷിജു പറഞ്ഞു. പോരല്ലോ, രണ്ടുപേര് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എവിടെ ബാക്കിയുള്ളവരെവിടെ? രണ്ടുപേര് പോരാ, അത് മോശമാണ്. ഓക്കെ, 3 പേര് പറഞ്ഞു. 3 ആൾക്ക് കിട്ടി, പക്ഷെ പോരാട്ടോ. ഇത്രയും പഠിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോ 3-4 പേര്. 4 പേര്. ടൈം മാനേജ്മെന്റ് പോരാ. നടക്കുന്ന കേസല്ല കേട്ടോ.
ഇത് അനുവദനീയമല്ല. ആരോടും ദേഷ്യപ്പെടുക കാര്യമൊന്നുമല്ല, ബട്ട് ഇത് അനുവദിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ എത്രാമത്തെ ക്ലാസ് ആയത്? ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലാത്തതാണോ പ്രശ്നം? നമ്മളിപ്പോഴേ ഇതാനേ ഉള്ളൂ. നിങ്ങളെ എക്സാമിനും വല്ല കാര്യവും നടക്കുള്ളൂ. ഈ ഒരു സെഷൻ 10 മിനിറ്റ് കൂടെ ഉള്ളേ. സോ അത് എക്സ്പയർ ആകുമ്പോൾ ഈ ലിങ്കിൽ തന്നെ ഒന്നുകൂടെ ജോയിൻ ചെയ്താൽ മതി. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോറി, അതിൻ്റെ അകത്ത് ആംഗിൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഓക്കെ, ഇങ്ങനെ 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സോ ഇത് വെറുതെ തന്നിരിക്കുന്നല്ല, ഇതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് -π/2നും 0യ്ക്കും ഇടയിലാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് -π/2നും 0യ്ക്കും ഇടയിലാണ് കിടക്കുന്നത്. സോ ഒന്നാമതായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ആംഗിൾ എയും ആംഗിൾ ബിയും ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിച്ചാൽ ഇതെന്ന് പറയുന്നത് 0 ആണ്, ഇത് π/2 ആണ്, ഇത് π വരും. ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇത് എത്രയാണ്? ഇത് 3π/2 വരും, ഇത് 2π വരും. ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലെ ട്രിഗ്നോമെട്രിയുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ എപ്പോഴും ആംഗിൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്താൽ അതിന് നേരെ ആംഗിളിന്റെ സൈൻ കൺവെൻഷൻ മാറും എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോഴാണ് ഇവിടെ 0, ഇവിടെ π/2, ഇവിടെ π, ഇവിടെ 3π/2, ഇവിടെ 2π വന്നു. അതേസമയം ഇതേ കാര്യം തന്നെ നമ്മൾ ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് 0യും ഇത് -π/2, ഇത് -π/2, ഇത് എന്ന് പറയുന്നത് -πയും ഇത് -3π/2. ഇങ്ങനെയാണ് നമ്മൾ എടുത്തു പോകുന്നത് ആംഗിളിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ. സോ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? -π/2 <a>0. അതെന്ന് പറയുന്നത് ഏതാണ്? 4th ക്വാഡ്രന്റ് ആണ്. 4th ക്വാഡ്രന്റിലാണ് നമ്മുടെ ആംഗിൾസ് എയും ആംഗിൾസ് ബിയും കിടക്കുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞാലുള്ളൂ ഇതിന് കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾ എത്തത്തുള്ളൂ. സോ 4th ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, ഏതൊക്കെ ട്രിഗ്നോമെട്രിക് ടേംസ് ആണ് പോസിറ്റീവ് എന്ന് നമുക്കറിയാം. എന്താണ്? ഓൾ, നമ്മളത് ഞാനെന്ന് പറഞ്ഞു ഓൾ സൈൻസ് ടീച്ചേഴ്സ് ആർ ക്രൂവൽ. ഇവിടെ എല്ലാം പോസിറ്റീവ്, ഇവിടെ സൈനും കൊസീക്കും പോസിറ്റീവ്, ഇവിടെ ടാൻ പോസിറ്റീവ്, ഇവിടെ കോസ് മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഇതല്ലേ നമ്മൾ പറഞ്ഞ ഓൾ സയൻസ് ടീച്ചേഴ്സ് ആർ ക്രൂവൽ എന്നുള്ള ഒരു ഇതില് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് എടുത്തൊരു കൺസെപ്റ്റ് ആയിരുന്നു. സോ 4th ക്വാഡ്രന്റില് ഏതാണ്? കോസ് മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്, ബാക്കി സൈൻ ഒക്കെ നെഗറ്റീവ് ആണ് വരുന്നത്. സോ ഒന്നാമതായിട്ട് അപ്പം cos a/3 = 1/5 എന്ന് എനിക്ക് എഴുതാം അല്ലെ? അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. സോ cos a/3 = എന്താണ്? 1/5 ആണ്. അതിൽ നിന്ന് കോസയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/5 ആണ്. അതുപോലെ തന്നെ എഴുതുവാണെങ്കിൽ cos ബിയുടെ വാല്യൂ 4/5 ആണ് എനിക്ക് കിട്ടി. എന്നോട് ചോദിച്ചിരിക്കുന്ന പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് 2 sin പ്ലസ് 4 cos 4 sin ബിയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം സൈനയുടെ വാല്യൂ അറിയാമെങ്കിൽ എനിക്ക് കോസയുടെ വാല്യൂ അറിയാമെങ്കിൽ എനിക്ക് സൈനയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ = 1 ആണ്. സോ അതിൽ നിന്ന് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? √1 - കോസ് സ്ക്വയർ തീറ്റ ആണെന്ന് എനിക്കറിയാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ നിന്ന് എനിക്ക് സൈനയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? √1 - 3² / 5². അതായത് എന്താണ്? 1 - 9/25, അതായത് 16. സോ ആൻസർ എന്താണ്? സൈൻ എന്ന് പറയുന്നത് 4/5 എന്ന് എഴുതും. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു 4th ക്വാഡ്രന്റിൽ ഏതേ പോസിറ്റീവ് ഉള്ളൂ? കോസ് തീറ്റ മാത്രമേ പോസിറ്റീവ് വരത്തുള്ളൂ. സൈനും ബാക്കി ടാനും എല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. സോ സൈനയുടെ വാല്യൂ എന്ന് പറയുന്നത് -4/5 ആയിരിക്കും. സൈൻ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്
-3/5 ആയിരിക്കും. സോ സൈനയുടെ വാല്യൂ സൈൻ എയും സൈൻ ബിയുടെയും വാല്യൂസ് എനിക്ക് കിട്ടി. ഇനി എന്താ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, 2 sin A + 4 sin B എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താ, 2 × -4/5 + 4 × -3/5. സോ എത്രയാണ്, -8/5 + -12/5. സോ -20/5, ആൻസർ -4. ഓപ്ഷൻ ഡി ആയിരുന്നു. ഓക്കെ, ഇതാണ് ആൻസർ. സോ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. സോ ആംഗിളിന്റെ കാര്യം, സൈനിന്റെ വാല്യൂസ് നെഗറ്റീവ് ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ടല്ലേ? അതെ അതെ, ഫോർത്ത് ക്വാഡ്രന്റ്, -4/5 -3/5. അതെ 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 അതെ, അത് ആ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ നോക്കുക, ആംഗിൾ ഏതെങ്കിലും ക്വാഡ്രന്റിലാണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ക്വസ്റ്റ്യനിൽ നോക്കുക. അങ്ങനെ ആംഗിൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സൈൻ കൺവെൻഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റബ്ബിയാണ്, എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. So moving on, next question. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യണം, കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. In a triangle ABC, angle A is equal to π/2. ഓക്കെ, ആംഗിൾ എ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ആണെന്നപ്പോ മനസ്സിലായല്ലോ. ദെൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cos² B + cos² C is equal to എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. In a triangle ABC, angle A = π/2, then cos² B + cos² C is equal to എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് -2, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0. In a triangle, angle A is equal to π/2. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിൾ ആണ്. ആംഗിൾ ABC എന്നാണ്, ആംഗിൾ എ ആണ് ഇത്. സോ ഈ ആംഗിളിന്റെ cos θ + C ആംഗിൾ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അത്യാവശ്യം കുറച്ച് പേർക്ക് ആൻസർ കിട്ടിയെന്ന് വന്നു. cos² B + cos² C യുടെ വാല്യൂ ഓപ്ഷൻ സി 1 ആണ്. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മുടെ ഏറ്റവും എന്താണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, ഒരു ആംഗിൾ 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി രണ്ട് ആംഗിളിന്റെ സം എത്രയായിരിക്കും? മൊത്തത്തിൽ 3 ആംഗിൾസിന്റെ ഒരു ട്രയാംഗിളിനെ സംബന്ധിച്ച് ആംഗിൾ 180 ആയിരിക്കും. അപ്പൊ അതിൽ ഒരെണ്ണം 90 ആണ്, അപ്പൊ ബാക്കി രണ്ടെണ്ണം കൂടെ ചേർന്നാൽ 90 ആയിരിക്കണം. സോ ആ 90 വരുന്ന രണ്ട് വാല്യൂസ് വരുന്ന ആംഗിൾസ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, അറിയാവുന്ന വാല്യൂസ്. അപ്പൊ ആംഗിള് ബിയും സിയും 30, 60 അല്ലെ 45, 45 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ആ 45 ഡിഗ്രിയുടെ കോസ് ബിക്കും കോസ് സിക്കും ഇട്ട് കൊടുത്താൽ, ഇപ്പൊ ഉദാഹരണം ഞാൻ ബാക്കി ആംഗിൾ ബി 45 ഡിഗ്രിയും ആംഗിൾ സി 45 ഡിഗ്രി ആണ് അസ്യൂം ചെയ്തു. അപ്പൊ ആൻസർ എന്താ, കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സോ 1/√2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 + 1/2, ആൻസർ 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഞാൻ ആംഗിൾ ബി = 60 ഡിഗ്രിയും ആംഗിൾ സി = 30 ഡിഗ്രി എടുത്തു. എനിക്ക് വേണേൽ അങ്ങനെയും ചെയ്യാം. എന്താണ്, 1/2ന്റെ സ്ക്വയർ 1/4 + √3/2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3/4. സോ
4/4 1. ഇങ്ങനെ വേണേല് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ആംഗിൾസ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതല്ല ഓക്കെ, അത് സിമ്പിൾ ആയിട്ട്, അത് ഓരോരുത്തരുടെ എന്താണ് അവരുടെ ചിന്താഗതിയെ പോലെ ഇരിക്കും. ഇനി ഞാൻ എന്റെ